ഹെഡ് ലാമ്പ് വ്യൂ വരുന്നത് കണ്ടോ. അത്യാവശ്യം നല്ലൊരു പ്രൊജക്ട് ലാമ്പാണ് ഇതിൽ കൊടുത്തുള്ളത്. അതുപോലെ തന്നെ AC വെന്റുകൾ കാണാൻ സാധിക്കും. AC കൺട്രോളിംഗ് യൂണിറ്റും അവിടെ കൊടുത്തിട്ടുണ്ട്. 360 കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻ്റെനൻസ് കോസ്റ്റ് കുറഞ്ഞതും ഒരു എൻട്രി ലെവലും അതുപോലെ നമുക്ക് ഫുഡ് ഓപ്പണിംഗ് 2 വട്ടം ലോങ് പ്രസ് ആണ്. അതിൽ 2 ലോക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വരുന്ന ഒരു ടെയിൽ ലാംപ്സ് ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. സ്മോക്ക്ഡ് ടെയിൽ ലാംപ്സ് ആണ്. സ്പ്ലിറ്റഡ് ടെയിൽ ലാംപ്സ് കൂടിയാണ്. ഇന്നത്തെ ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവർക്കും ഡ്രൈവിംഗ് പ്ലഷർ ഇഷ്ടപ്പെടുന്നവർക്കും എല്ലാവരും ഇഷ്ടപ്പെടുന്ന മോഡലാണ് BMW. ഇന്നത്തെ വീട്ടിൽ എൻ്റെ കൂടെയുള്ള BMW 320D. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും ഡ്രൈവിംഗ് കംഫർട്ടും ലഭിക്കുന്ന മോഡലാണ് BMW 3 Series. ലോങ് വീൽ ബേസ് നമ്മൾ കൂടുന്നത്. ഇപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. സോ ഗായ്സ്, ഇതാണ് നമ്മൾ പറഞ്ഞ BMW 320 ലോങ് വീൽ ബേസ് വരുന്നത്. ഈ ഒരു BMW കുറിച്ച് പറയുന്ന സമയത്ത് ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ തന്നെ ഡ്രൈവിംഗ് പ്ലഷർ ഇഷ്ടപ്പെടുന്നവർക്കും എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു മോഡലാണ് ഈ ഒരു BMW എന്ന് പറയുന്നത്. നമ്മൾ ചെറുപ്പം മുതലേ ഒരു ലക്ഷറി കാർന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ സ്പോർട്സ് കാർന്ന് കേൾക്കുമ്പോൾ ഒരു പക്ഷേ നമ്മളെ മനസ്സിൽ വരുന്നൊരു പേരാണ് BMW, മെഴ്സിഡീസ് ബെൻസ്, ഔഡി എന്ന് പറയുന്നത്. എന്നീ ഒരു 3 ബ്രാൻഡ് നമ്മൾ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻസുള്ള ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത്. ഈ ഒരു 3 സീരീസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു എൻട്രി ലെവൽ ഒരു സ്പോർട്സ് കാർ അല്ലെങ്കിൽ ലക്ഷറി കാർ എന്ന് കുറിക്കാൻ പറ്റും ഈ ഒരു 3 സീരീസിനെ. കാരണം ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് മെയിൻ്റെനൻസ് കോസ്റ്റ് കുറവാണ്. ഒരുപാട് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും ഈ ഒരു BMW 3 സീരീസിനെ കുറിച്ച് പറയുന്ന സമയത്ത്. സോ സ്ട്രൈറ്റ് അവേ ഇതാണ് ഓവറോൾ പ്രൊഫൈലിൽ നിന്ന് കണ്ടു തുടങ്ങാം. ഒരു വാഹനത്തിലെ ബോണ്ട് ലൈനെ വലിയൊരു BMW ലോഗാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ നേരെ താഴെ കിഡ്നി ഗ്രിൽസ് കൊടുത്തിട്ടുണ്ട്. പുതിയ M5 എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ M4 എടുക്കുന്ന സമയത്ത് വലിയൊരു കിഡ്നി ഗ്രിൽസാണ് ഈ ഒരു BMW കൊടുത്തിട്ടുള്ളത്. അതുപോലെ നേരെ സൈഡ് പ്രൊഫൈൽ വരുമ്പോൾ, അതായത് ഹെഡ് ലാംപ്സ് പ്രൊജക്ട് LED ലാംപ്സ് ആണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ലോങ് ബിഗ് ഹെഡ് ലാംപ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. നേരെ താഴെ പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു ഹൗസിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു എയർ വെൻ്റാണ് അവിടെ കൊടുത്തുള്ളൂ. ഒരു എയറോഡാമിക നടക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഭാഗം അവിടെ കൊടുത്തുള്ളൂ. അപ്പോൾ ഇതാണ് അവൾ ഇതിനൊരു ഫ്രണ്ട് പ്രൊഫൈൽ എന്നത്. ബോണറ്റിൽ നമുക്ക് ധാരാളം ക്യാരറ്റ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലിയൊരു ബോണറ്റ് ഫുഡാണ് ഒരു വാഹനത്തിൽ കൊടുത്തത്. അപ്പോൾ ഇതാണ് കീ വന്നുള്ളത് കണ്ടോ. ലോക്കും അൺലോക്കും ബൂട്ട് സ്പേസ് ഓപ്പൺ ആക്കി പറ്റാൻ ഇവിടെ കൊടുത്തത്. ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഒരു ഹെഡ് ലാമ്പ് വ്യൂ വരുന്നത് കണ്ടോ. അത്യാവശ്യം നല്ലൊരു പ്രൊജക്ട് ലാമ്പാണ് ഇതിൽ കൊടുത്തുള്ളത്. അപ്പോൾ ഇതാണ് ഓവർ ഇതിനൊരു ഫ്രണ്ട് പ്രൊഫൈൽ വന്നത്. ഇനി നമ്മൾ സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഫസ്റ്റ് ഈ ഒരു കോർണറിലും നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഓവർ ഇതിനൊരു സൈഡ് പ്രൊഫൈലിന്. സൈഡ് പ്രൊഫൈൽ മെയിൻ ഹൈലൈറ്റ് പറയാനുള്ളത് ഒരു വീൽസിനെ കുറിച്ചാണ് കണ്ടോ. ഒരു BMW ലോഗോട് വരുന്ന ഒരു വീൽസാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. 5 സ്പോക്ക് അവിടെ നമുക്ക് വലിയൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് ആ ഒരു അലോയ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു 17 ഇഞ്ച് വീൽസാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. 4 വീൽ ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഓരോന്നിനൊരു സൈഡ് പ്രൊഫൈൽ വരുന്നത്. സൈഡിൽ സ്കേർട്ടിങ് കാരണം കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫീൽ ലഭിക്കുന്ന സ്കേർട്ടിങ് കാണാൻ തോന്നുന്നില്ലേ. അതുപോലെ സൈഡ് വ്യൂ മിറർ കണ്ടോ, അതിന് 10 ഇൻഡിക്കേറ്റേഴ്സും കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഓവറോളത്തിനൊരു സൈഡ് പ്രൊഫൈൽ വരുന്നത്. ഫ്രണ്ടിൽ പറഞ്ഞ സെയിം വീലാണ് ബാക്കിലും കൊടുത്തിട്ട്. ബാക്കിൽ ഡിസ്ക് ബ്രേക്കാണ് ഇതിലും യൂസ് ചെയ്തിട്ടുള്ളത്. അത് ലോങ് വീൽ ബേസ് വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ചേസ് മാറിയിട്ടുണ്ട്. ഒരു ലോങ് വീൽ ബേസാണ് കൊടുത്തിട്ട്. ലോങ് വീൽസ് ആയ സമയത്ത് സെക്കൻഡ് റോയിൽ അത്യാവശ്യം നല്ല സ്പേസസ് ആയ ഒരു സെക്കൻഡ് റോ ആണ് ഇതിന് സെക്കൻഡ് റോ എന്നുള്ളത്. അത് നമുക്ക് സെക്കൻഡ് റോനെ കുറിച്ച് പറയുന്ന സമയത്ത് ഡീറ്റെയിൽഡ് സംസാരിക്കാം. അതുപോലെ ഷോൾഡർ ലൈൻ കൊടുത്തിട്ടുണ്ട്. ഒരു ക്രോമിയം പ്ലേറ്റിംഗ് ഷോൾഡർ ലൈന് വന്നത്. അതിൻ്റെ ചുറ്റും കവേർഡ് ആയ രീതിയിലാണ് ഒരു പ്ലേറ്റിംഗ് ഡിസൈൻ ചെയ്തത്. നമുക്ക് സൈഡിലും ക്യാരറ്റ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഹാൻഡിൽ ലാംപ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാ ഡോറിലും ഹാൻഡിൽ ലാംപ്സും കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ വരുന്നത്. ഇനി BMW 3 ബാക്ക് പ്രൊഫൈലിനെ കുറിച്ച് പറയുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ഒരു ടെയിൽ ലാംപ്സ് ആണ്. വാവ്, അത് അത്യാവശ്യം ഒരു സ്പോർട്ടി ഫീലിൽ വരുന്നൊരു ടെയിൽ ലാംപ്സ് ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. സ്മോക്ക്ഡ് ടെയിൽ ലാംപ്സ് ആണ്. സ്പ്ലിറ്റഡ് ടെയിൽ ലാംപ്സും കൂടിയാണ് ഈ ഒരു BMW 3 സീരീസിന് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പാർക്കിംഗ് സെൻസേഴ്സ് കാണാൻ സാധിക്കും. BMW വലിയൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ക്യാമറയും കാണാൻ സാധിക്കും. അതുപോലെ ഇവിടെ 320 LD ലാങ് വീൽ ബേസിൻ്റെ ഒരു ബാഡ്ജിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഓവർ ബാക്ക് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ. ബാക്ക് ഡിഫ്യൂസറിൽ നമുക്ക് കണ്ട ഒരു എക്സോസ്റ്റ് ടിപ്പ് തോന്നിയ രീതിയിൽ കാണാൻ സാധിക്കും. ഇതിൽ 2 ഫങ്ഷണൽ എക്സോസ്റ്റ് ടിപ്പാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ റിഫ്ലക്ഷൻ യൂണിറ്റിനും കൊടുത്തിട്ടുണ്ട്. പാർക്കിംഗ് സെൻസേഴ്സും കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ഡിഫ്യൂസർ പോർഷൻ ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തുള്ളത്. ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ഡിഫ്യൂസർ വന്നുള്ളത്. അപ്പോൾ ഇതാണ് ഓവറോൾ ഒരു ബാക്ക് പ്രൊഫൈൽ വരുന്നത്. ഇതിൻ്റെ ബൂട്ട് സ്പേസ് വെച്ച് കണ്ടോക്കാം.
അപ്പോൾ ഇതാണ് BMW 3 സീരീസിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അത്യാവശ്യം വലിയ കപ്പാസിറ്റിയിൽ ബൂട്ട്സ് ലിഡാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, സ്റ്റോറേജ് സ്പേസ് കാരണം ഒക്കെ സാധിക്കും. അതുപോലെ സ്പെയർ വീലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും കുറച്ച് സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും. ഇവിടെ ടൂൾ കിറ്റ് കാരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നേരെ ക്ലോസ് ചെയ്തത് ഇതും ഓപ്പൺ ആക്കിയിട്ട് സ്പെയർ വീല് എടുക്കാൻ സാധിക്കും. വൺ ടച്ച് ക്ലോസ് ആവണ ബൂട്ട് ലിഡാണ് BMW 3 സീരീസിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഓവറോൾ ഇതിനൊരു എക്സ്റ്റീരിയർ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു എക്സ്റ്റീരിയറിൻ്റെ ഏത് പോർഷനാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പറയാം. ഡിഫോക്ക് ലൈൻസ് കാണാൻ സാധിക്കും. ഹൈമോൺ സ്റ്റോപ്പ് ലാമ്പ്, ഷാർഫിൻ ആൻഡിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പനോറമിക് സൺറൂഫാണ് ഈ ഒരു BMW 3 സീരീസിന് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ ഇൻറ്റീരിയറെ കുറിച്ച് പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയുള്ളത് അത്യാവശ്യം ഞാനൊരു എക്സൈറ്റ്മെൻറ്റോടെയാണ് ഈ ഒരു വീഡിയോ ചെയ്യണത്. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു ബ്രാൻഡ് അതുപോലെ തന്നെ ഒരു മോഡലും കൂടിയാണ് ഈ ഒരു 3 സീരീസ്. 3 സീരീസിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻ്റെനൻസ് കോസ്റ്റ് കുറഞ്ഞതും ഒരു എൻട്രി ലെവലും അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു മൈലേജും ലഭിക്കുന്നൊരു മോഡലാണ് ഈ ഒരു 3 സീരീസ് എന്ന് പറയുന്നത്. പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മോഡലും കൂടിയാണ്. മെഴ്സീഡീസ് ബെൻസ്, അതുപോലെ തന്നെ ഈ ഒരു BMW കാറ്റഗറി, അതുപോലെ തന്നെ ഈ ഒരു ഔഡി, ഇതൊക്കെ നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്ന ഒരു ബ്രാൻഡ്, ഒരു ലക്ഷറി ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ഈ 3 വാഹനങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. അപ്പോൾ ബാക്ക് ടു 3 സീരീസ്. സ്റ്റിയറിംഗ് വീലിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. സ്റ്റിയറിംഗ് വീൽ കൺട്രോൾസും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് കൂടുന്നത് ഇവിടെ ക്രൂസ് കൺട്രോൾ ബട്ടൺസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ മീഡിയ കൺട്രോൾ ബട്ടൺസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പാഡൽ ഷിഫ്റ്റേഴ്സും നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഫുള്ളി ഡിജിറ്റൽ ഒരു ക്ലസ്റ്റർ യൂണിറ്റാണ് ഈ ഒരു BMW 3 സീരീസിന് കൊടുത്തിട്ടുള്ളത്. ധാരാളം ഇൻഫർമേഷൻ നമുക്ക് അറിയാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് ഫ്യൂൽ ഗേജ് കാണാൻ സാധിക്കും, RPM മീറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, സ്പീഡോ മീറ്റേഴ്സും അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കേജും കൊടുത്തിട്ടുണ്ട്, ഹീറ്റ് ലെവൽ കേജും അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ സെൻട്രൽ കൺസോളോട്ട് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല കണ്ടിന്യൂറ്റി ഫീച്ചേഴ്സുള്ളൊരു ഇൻഫോടൈം സിസ്റ്റമാണ് ഈ ഒരു BMW 3 സീരീസിന് കൊടുത്തിട്ടുള്ളത്. അതിൽ കൺട്രോൾ ചെയ്യുന്ന നോബ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഈ ഒരു റോട്ടറി സ്വിച്ച് വെച്ചിട്ട് നമ്മളിത് കൺട്രോൾ ചെയ്യുന്നത്. ടച്ചബിളും ആണ്, ടച്ച് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ആ രീതിയിലാണ് ഒരു മോഡൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഇൻഫർമേഷൻ അറിയാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ വാഹനത്തിൽ എല്ലാ ഡീറ്റെയിൽസ് ഉണ്ട്. ഈ ഒരു കാറിനുള്ളൊരു പേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഡ്രൈവിംഗ് ഇൻഫർമേഷൻ, അതായത് നമ്മൾ ഡ്രൈവിംഗ് വേണ്ട കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുള്ളത്. ജേണി ഡാറ്റ, അതുപോലെ സ്പോർട്സ് ഡിസ്പ്ലേ, ഡ്രൈവിംഗ് സ്റ്റൈൽ അനലൈസിങ്, എനർജി ഫ്ലൂയിങ്. അത് നേരെ ബാക്ക് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെഹിക്കിൾ സെറ്റിങ്സ് നോക്കുകയാണെങ്കിൽ വണ്ടിയുടെ മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുള്ളത്. ടയർ പ്രഷർ മോണിറ്റർ, അതിൽ ഓയിൽ ലെവൽ, ചെക്ക് കൺട്രോൾ, മെസ്സേജസ്, സർവീസ് റിക്വയർമെൻറ്റ്, ആഡ് ബ്ലൂ, നമുക്ക് ഡെയിലി ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നാവിഗേഷൻ കൊടുത്തിട്ടുണ്ട്, കൺഫ്യൂറ്റീവ് ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വാവ്, ശരിക്കും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു മ്യൂസിക് സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിലേക്ക് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നമുക്ക് പറയുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഹർമൻ കാറിൻ്റെ മ്യൂസിക് സിസ്റ്റമാണ് ഈ ഒരു BMW 3 സീരീസിന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നേരെ താഴെ നോക്കുകയാണെങ്കിൽ AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്, ഹാസാർ ലാമ്പിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. താഴെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC-ൻ്റെ കൺട്രോൾസാണ് ഇവിടെ കൊടുത്തിട്ട്. ഇവിടെ നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യാനുള്ള ബട്ടൺസും കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ താഴെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതും ഒരു ഓൾഡ് സ്കൂൾ രീതിയാണ് BMW ഇപ്പോഴും ട്രഡീഷണൽ ചെയ്യുന്നത്. അതുപോലെ ഇവിടെ ഒരു വുഡ് ഫിനിഷാണ് കൊടുത്തത്. കണ്ടോ, ഒരു മാറ്റ് വുഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നേരെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആക്കാൻ സാധിക്കും. 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു വയർലെസ് ചാർജിങ് പാഡാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ടൂളായിട്ടൊരു ചാർജിങ് സോക്കറ്റും നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ ഈ ഒരു ബ്രാൻഡിൽ എല്ലാവരും നോക്കുന്ന ഒരു കാര്യം ഇതിൻ്റെ ഗിയർ ബോക്സ് ആണ്. ഒരു 8 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. സോറി, മാനുവൽ എന്ന് പറയാൻ പാടില്ല, കാരണം ശരിക്കും ഇത് മാനുവൽ ആണ് ഇത് യൂസ് ചെയ്യണമെങ്കിൽ. കാരണം അതിൻ്റെ ഒരു പെർഫോമൻസ് അറിയുന്നതിൽ മാനുവൽ കിട്ടണം. നേരത്തെ പറഞ്ഞതൊരു ഇൻഫോടൈംസ് കൺട്രോൾ ബട്ടൺസ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ട്രാഷ് കൺട്രോൾ ഓഫ് ചെയ്യാനുള്ള ബട്ടൺ, പാർക്ക് സെൻസറിൻ്റെ ബട്ടൺ, ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ, ഓഫ് ചെയ്യാനുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ. ഇവിടെ ഒരു ഫുള്ളി ഒരു മാറ്റ് ഫിനിഷൊക്കെ കൊടുത്തിട്ടോ, ഒരു വുഡ് മാറ്റ് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഡ്രൈവ് മോഡ് സെലക്ഷൻ കൊടുത്തിട്ടുണ്ട്, സ്പോർട്ട്, കംഫർട്ട്, അതുപോലെ എക്കോ പറഞ്ഞ് 3 ഡ്രൈവ് മോഡ്സാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ സ്പോർട്സ് മോഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലസ്റ്ററിലും അതുപോലെ ഇൻഫോടൈംസിലും നമുക്ക് തീം മാറും. അടുത്തത് നമുക്ക് കംഫർട്ട് പ്രസ് ചെയ്യാം. കണ്ടോ, എക്കോ പ്രോ. നമുക്ക് ഏതൊരു ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യുകയാണെങ്കിലും അത് നമുക്ക് ക്ലസ്റ്ററിൽ തീം മാറിയിട്ട് നമുക്ക്
കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ ഓട്ടോ എച്ച് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതെന്താ വെച്ചാൽ നമുക്ക് ഓട്ടോമാറ്റിക് പാർക്ക് ചെയ്യാൻ സാധിക്കും. ആ ഒരു ഫീച്ചറും കൂടി BMW ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്കിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഒരു ഹാൻഡ് റെസ്റ്റ്, അതിൽ കുറച്ച് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സി പോർട്ടും ചാർജും അവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ കംഫർട്ടിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും ഇതിവിടെ വെച്ചിട്ട്. പിന്നെ നമ്മൾ നേരെ സെൻട്രലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കണ്ടോ മിറർ വിത്ത് ലാമ്പാണ് ഡ്രൈവർ സൈഡിൽ വന്നുള്ളത്. പാസഞ്ചറിലും മിറർ വിത്ത് ലാമ്പാണ് കൊടുത്തിട്ടുള്ളത്. അതായത് സെൻട്രൽ കൺസോൾ നോക്കുകയാണെങ്കിൽ റിയോ മിറർ കൊടുത്തിട്ടുണ്ട്, റേറ്റിംഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്, സൺ റൂഫും കൊടുത്തിട്ടുണ്ട്. ഒരു പാനോറമിക് സൺ റൂഫാണ് ഈ ഒരു BMW 3 സീരീസിന് വന്നിട്ടുള്ളത്. അത്യാവശ്യം മാസീവ് സൈസ് കേട്ടോ. കാരണം ഒരു 3 സീരീസ് ലോങ് വീൽ ബേസ് ആയ കാരണം അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയ ഒരു ഇന്റീരിയറാണ് ഈ ഒരു 3 സീരീസിന് വന്നുള്ളത്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതാണ് ഈ ഒരു ആംബിങ് ലൈറ്റ്. കണ്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫീലാണ് ഈ ഒരു ആംബിങ് ലൈറ്റ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു എലമെന്റ്സ് ഒക്കെ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഫീൽ ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഗെറ്റ് മാറ്റൈലാക്ക് ഫിനിഷും ഒരു ബ്രൗൺ കളറും ഈ ഒരു മാറ്റ് ഫിനിഷ് കാണുമ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ഫീൽ ലഭിക്കുന്നുണ്ട് ഈ ഒരു ഇന്റീരിയറെ കുറിച്ച് പറയുന്ന സമയത്ത്. ഗ്ലൗ ബോക്സ് ഇവിടെ വെൽവെറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഗ്ലൗ ബോക്സിൽ. അത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ഉള്ള ഗ്ലൗ ബോക്സും കൂടിയാണ് ഈ ഒരു BMW 3 സീരീസിന് വന്നിട്ടുള്ളത്. നമുക്കിതിൻ്റെ സെക്കൻഡ് റോ ജസ്റ്റ് കണ്ടിട്ട് വരാം. ഇനി ഇതിൻ്റെ സെക്കൻഡ് റോനെ കുറിച്ച് പറയുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ഉള്ള ഒരു സെക്കൻഡ് റോ ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തുള്ളത്. ബാക്കിൽ 2 പേർക്ക് നല്ല കംഫർട്ടിൽ നമുക്ക് എത്ര ലോങ് യാത്ര ചെയ്യാൻ സാധിക്കും. അത്യാവശ്യം നല്ല കംഫർട്ടിൽ അതിൻ്റെ സീറ്റിംഗ് കൊടുത്തിട്ടുള്ളത്. തൈ സപ്പോർട്ടായാലും അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഹെഡ് റൂം ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ ഹെഡ് റൂമും നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ സീറ്റ് ഇട്ടുള്ള എൻ്റെ ഡ്രൈവിംഗ് പൊസിഷനിലാണ്, എന്നിട്ടും എനിക്ക് ഇത്രയും ലെഗ് റൂം ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ലെഗ് റൂം ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ റീഡിംഗ് ലാമ്പ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ AC വെൻറ്റുകൾ കാണാൻ സാധിക്കും. AC കൺട്രോളിങ് യൂണിറ്റും അവിടെ കൊടുത്തിട്ടുണ്ട്. 2 സി പോർട്ട് ചാർജിങ് സോക്കറ്റും അവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫയൽ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഫയൽ പോക്കറ്റ് ഇവിടെ റീഡിങ്, ഇവിടെ ഒരു ആംബി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡോർ സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെയും നമുക്ക് ആംബി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഡോർ ലോക്ക് അൺലോക്കും ഹാൻഡിലും അവിടെ കൊടുത്തിട്ടുണ്ട്. 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ 4 വിൻഡോസും വന്നുള്ളത്. ഹർമഗാറിൻ്റെ മ്യൂസിക് സിസ്റ്റം അവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസും അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വേറൊരു കംഫർട്ടായിട്ട് എടുത്ത് പറയാൻ സാധിക്കും ഈ ഒരു ഹാൻഡ് റെസ്റ്റ് കണ്ടോ. അല്ലാണ്ട് കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലോങ് ഡ്രൈവ് പോകുന്ന സമയത്ത് ഈ ഒരു ഹാൻഡ് റെസ്റ്റ് യൂസ് ചെയ്ത് കംഫർട്ടിൽ നമുക്ക് നല്ല രീതിയിൽ കംഫർട്ടിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ ഒരു BMW എടുത്തു കഴിഞ്ഞാൽ കൂടുതലും ഇതിൻ്റെ ഡ്രൈവിംഗ് ക്യാബിനാണ് ആളുകൾ യൂസ് ചെയ്യുക. കാരണം അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് കിട്ടുന്ന ഒരു മോഡലായ കാരണം ഡ്രൈവിംഗ് ക്യാബിനാണ് നമുക്ക് കൂടുതലും യൂസ് ചെയ്യണത് ഈ ഒരു BMW എടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇതിൻ്റെ എൻജിൻ സ്പെക്കും കണ്ടു വീഡിയോ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ എൻജിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു 2 ലിറ്റർ എൻജിനാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തുള്ളത്. ട്വിൻ പവർ ടർബോ ചാർജ്ഡ് എൻജിനാണ് 4 സിലിണ്ടർ. ഏകദേശം 184 bhp പവറും അതുപോലെ തന്നെ 300 ന്യൂട്ടൺ ടോർക്കും ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് ലഭിക്കുന്ന എൻജിനാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അതുമാത്രമല്ല 8 സ്പീഡ് ഗിയർ ബോക്സാണ്. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് നമുക്കൊരു എൻജിൻ തരുന്നതാണ്. BMW ലോഗോ കാണാൻ സാധിക്കും. അവിടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ട്വിൻ പവർ ടർബോ എന്നുള്ളത് ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 4 സിലിണ്ടറിൻ്റെ കാണാനും സാധിക്കും നമുക്ക്. ഫുള്ളി ഒരു പാക്ക്ഡ് എൻജിനാണ് ഈ ഒരു 3 സീരീസിന് വന്നുള്ളത്. ഹൈഡ്രോളിക് സ്ട്രെങ്ത്തും കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ BMW ഏതൊരു വാഹനത്തിൽ നോക്കിയാലും ഹുഡ് ഓപ്പണിങ് 2 വട്ടം ലോങ് പ്രസ് ആണ്. അതിൽ 2 ലോക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫുള്ളി ഇൻസുലേഷൻ കാരണം കൊടുത്തുള്ള ഒരു പാക്ക്ഡ് എൻജിനാണ് അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഗായ്സ്, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ BMW 3 സീരീസ് അഥവാ 320D വിശേഷങ്ങളുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് സെയിലുള്ള വാഹനമാണ്. അപ്പോൾ ഇതിൻ്റെ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ആണ് ഇതിൽ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജും താഴെ കൊടുത്താൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടാൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ വരെ ചെറിയൊരു ബ്രേക്ക്.